ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡയോഡിനെ പറ്റി പഠിക്കാം. അതിൻ്റെ പേരാണ് സെനർ ഡയോഡ്. അപ്പോൾ ഈ സെനർ ഡയോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതുകൊണ്ട് ഒരു പ്രത്യേക പ്രോപ്പർട്ടി, അതായത് വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ വേണ്ടി വരുന്ന സർക്യൂട്ടുകളിലെല്ലാം നമുക്ക് ഈ സെനർ ഡയോഡുകൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ സെനർ ഡയോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു particular diode. So like there is a, if you have a, suppose you have a crystal diode, okay, ഇനി അതിൻ്റെ ഒരു റിവേഴ്സ് വോൾട്ടേജ്, റിവേഴ്സ് ബയാസിങ് കണ്ടീഷനിൽ നമ്മളത് കണക്ട് ചെയ്യണം. ഇനി റിവേഴ്സ് ബയാസിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഒരു ഇതിൻ്റെ അകത്ത് എൻ ടെർമിനൽ പോസിറ്റീവിനോടും പി ടെർമിനൽ നെഗറ്റീവിനോടുമാണ് കണക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് അറ്റ് എ പെർട്ടിക്കുലർ വോൾട്ടേജ്, ആ പെർട്ടിക്കുലർ വോൾട്ടേജിൻ്റെ പേരാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ വെച്ചിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ റിവേഴ്സ് കറണ്ട് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതൊരു ഹൈ വാല്യൂ വരെ അങ്ങോട്ട് ഇൻക്രീസ് ചെയ്തിട്ട് എങ്ങനെ പോകും. ഇനി മറ്റൊരു വോൾട്ടേജ് ഉണ്ട്. ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡയോഡ് ഉണ്ട്. അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ജംഗ്ഷൻ അതങ്ങോട്ട് ബ്രേക്ക് ചെയ്യും. സോ ഇറ്റ് വാസ് ഫസ്റ്റ് എക്സ്പ്ലെയിൻ ബൈ സി സെനർ, ഒരു അമേരിക്കൻ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ ഈ ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അത് കഴിയുമ്പോൾ ആ പോയിന്റിൽ വെച്ചിട്ട് അതിൻ്റെ അത് വോൾട്ടേജ് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്ത് പോകും. സോ ദിസ് വോൾട്ടേജ് ഈസ് സംടൈംസ് കോൾഡ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അല്ലെങ്കിൽ സെനർ വോൾട്ടേജ് എന്ന് പറയും. അപ്പോൾ ഈ സെനർ ഡയോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് യു ഹാവ് എ ഡയോഡ് സംതിങ് ലൈക്ക് ദിസ്. ഇതാണ് നമ്മുടെ ഡയോഡ്. അപ്പോൾ നമുക്കറിയാം ഡയോഡിന് ഈ ഭാഗമാണ് പി ടെർമിനൽ, ഇതാണ് എൻ ടെർമിനൽ. ഇനി ഒരു ഡയോഡ്, സപ്പോസ് ഞാൻ ഇങ്ങനെ ഡയോഡ് വരച്ചു. ഈ ഡയോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു വെച്ചിട്ടുണ്ട്. സാധാരണ ഡയോഡ് ഇങ്ങനെയാണ്. ഇതാണ് സെനർ ഡയോഡ്. ഇങ്ങനെയാണ് ഓർഡിനറി ഡയോഡ് വരിക. ഓക്കെ, അപ്പോൾ ഈ സെനർ ഡയോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സാധാരണ ഡയോഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റിവേഴ്സ് ബയാസ് കണ്ടീഷൻ കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക വോൾട്ടേജ് അധികം ഇൻക്രീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ദിസ് വിൽ ബേൺ ഡൗൺ. ഡയോഡാണ് ബേൺ ചെയ്തിട്ട് നന്നായി പോകും. പക്ഷേ ഈ സെനർ ഡയോഡിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അതങ്ങോട്ട് ബേൺ ഔട്ടായി പോകുന്നില്ല. മറിച്ച് ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കടന്നു പോയി കഴിഞ്ഞാൽ അതുകൂടാതെ സെനർ ഡയോഡ് അങ്ങോട്ട് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. സോ ഈ സെനർ ഡയോഡിൻ്റെ പ്രത്യേക വോൾട്ടേജിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് നമുക്ക് ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് നമ്മൾ ഫിക്സഡ് വോൾട്ടേജ് ആയിരിക്കും ഒരു പർട്ടിക്കുലർ ഡയോഡിന് വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഡയോഡ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ എമൗണ്ട് ഓഫ് ഡോപ്പിംഗ്. സോ ഇഫ് യു ഹാവ് എ ഡയോഡ് വിച്ച് ഈസ് ഹെവിലി ഡോപ്ഡ്, ഓക്കെ, ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള ഒരു ഡയോഡ് ഉണ്ട് എന്ന് നിങ്ങൾ അസ്യൂം ചെയ്തോളൂ. സോ യു ഹാവ് എ ഡയോഡ് വിച്ച് ഈസ് ഹെവിലി ഡോപ്ഡ്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ ഡിപ്ലീഷൻ ലെയർ വിൽ ബി തിൻ. സോ ഡിപ്ലീഷൻ ലെയർ വളരെ തിൻ ആയിരിക്കും. മാത്രമല്ല the breakdown of the junction will occur at a particular voltage, that is a lower reverse voltage. So the breakdown will happen at a lower reverse voltage. മറിച്ച് ഈ ലൈറ്റ്ലി ഡോപ്ഡ് ഡയോഡിനാണ് വെച്ചാൽ ഹയർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ് ഉണ്ടാവുക. സോ ഇഫ് യു ഹാവ് എ ഓർഡിനറി ക്രിസ്റ്റൽ ഡയോഡ് which is properly doped so that it has a sharp breakdown voltage, it is called a Zener diode. അപ്പോൾ എന്താണ് സെനർ ഡയോഡ് എന്ന് ചോദിച്ചാൽ എക്സ്പ്ലനേഷൻ എഴുതേണ്ടത് ഇങ്ങനെയാണ്: എ പ്രോപ്പർലി ഡോപ്ഡ് crystal diode which has a
sharp breakdown voltage is known as a Zener diode. അപ്പോൾ Zener diode വരയ്ക്കുന്നത് അതിൻ്റെ സിമ്പിൾ, ലോജിക് സിമ്പിൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. നൗ Zener diode കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. സോ ദ പ്രോപ്പർട്ടി ഈസ് the Zener diode is like an ordinary diode. Okay, അതൊരു ഓർഡിനറി ഡയോഡ് പോലെ തന്നെയാണ്, ഒറ്റ വ്യത്യാസമുള്ളൂ. ഇറ്റ് ഈസ് പ്രോപ്പർലി ഡോപ്ഡ് സോ ദാറ്റ് ഇറ്റ് ഹാസ് എ ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. രണ്ടാമത്തെ കേസ്, Zener diode എപ്പോഴും റിവേഴ്സ് കണക്റ്റഡ് ആവും. The Zener diode is always reverse connected. ഓക്കെ, അതായത് അതെപ്പോഴും റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. മൂന്നാമത്തെ, a Zener diode has a sharp breakdown voltage. This has a sharp breakdown voltage. അതിനെ പറയാണ് നമ്മൾ Zener വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ള എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നന്നായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ this has a sharp breakdown voltage. I don't know if something has happened here. Oh, damage. നാലാമത്തെ, ഇത് ഫോർവേഡ് ബയാസിങ്ങിൽ ഫോർവേഡ് ബയാസിംഗ് ആയിട്ട് Zener ഡയോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ നോർമൽ ഡയോഡ്. അഞ്ചാമത്തെ പ്രോപ്പർട്ടി, റിവേഴ്സ് ബയാസിങ്ങിൽ ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി ബേൺഡ്. Okay, so ഇതിനൊരു of course it will burn, so there's a burnout value. burnout value ഉണ്ട്, വോൾട്ടേജ് ഉണ്ട്. ആ വോൾട്ടേജിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ അത് എന്തായാലും അത് ബേൺ ഔട്ട് ആയി പോകും. of course there is no doubt on that. പക്ഷേ നമ്മൾ സാധാരണ ഡയോഡ് പോലെ തന്നെ റിവേഴ്സ് ബയസിലുള്ള ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് ബേൺ ഔട്ട് ചെയ്ത് പോകില്ല. സോ അതാണ് ഈ Zener ഡയോഡിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ നമുക്ക് ഈ Zener ഡയോഡിൻ്റെ മറ്റു കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിച്ചു നോക്കാം. സോ യു ഹാവ് ഓക്കെ, അപ്പോൾ നമുക്ക് ഈ Zener ഡയോഡിൻ്റെ കുറച്ചധികം പ്രോപ്പർട്ടീസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ നോക്കി നോക്കാം. നമ്മുടെ Zener ഡയോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് ഓപ്പറേറ്റഡ് ഇൻ റിവേഴ്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കണം. സോ ഹോൾഡ് ഓൺ എ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ചെക്ക് ഔട്ട്. ഇവിടെ ഒന്ന് നോക്കി നോക്കൂ നിങ്ങൾ. ഇതാണ് ഒരു Zener ഡയോഡ് അല്ലേ? അപ്പോൾ ഈ Zener ഡയോഡിന് ഇതിവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് നോക്കി നോക്കൂ, ഇവിടെ പ്ലസ്. ഓക്കെ, സോ ഞാൻ ഇവിടെ ഇതിനകത്ത് പോസിറ്റീവും ഇവിടെ നെഗറ്റീവും കണക്ട് ചെയ്യും. പക്ഷേ നമ്മൾ റിവേഴ്സ് ഫോർവേഡ് ബയാസിങ് കണ്ടീഷൻ എന്താണെന്നാണ്, ഇവിടെ ഈ ഡയോഡിൻ്റെ പി താഴത്തും എൻ മുകളിലും അല്ലേ. ഫോർവേഡ് ബയാസിങ് കണ്ടീഷൻ വന്നാൽ പി പ്ലസിനോടും എൻ നെഗറ്റീവിനോടും കണക്ട് ചെയ്യാം. പക്ഷെ ഇവിടെ എന്താ വന്നിരിക്കുന്നത്, ഇവിടെ എൻ പാർട്ട് നേരെ പ്ലസിനോടും പി പാർട്ട് നേരെ നെഗറ്റീവിനോടും കണക്ട് ചെയ്തിരിക്കുന്നത്. എന്താ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ദിസ് ഈസ് ഈക്വലൻ്റ് ടു എ വോൾട്ടേജ് സോഴ്സ്
V set. Okay, this is V set. അപ്പോൾ ഇതിനകത്ത് പല കണ്ടീഷൻസ് ഉണ്ട്. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് വാട്ട് ആർ ദ കണ്ടീഷൻസ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻസ് നമുക്കൊന്ന് നോക്കി നോക്കാം. So the conditions are, okay, first one is on stage. സോ ഞാൻ സർക്യൂട്ട് വരയ്ക്കുകയാണ്. ഇവിടെ എനിക്കൊരു സെനർ ഡയോഡ് ഉണ്ട്. ഓക്കെ, then here there's a plus, there's a minus, and I am applying a voltage V here, and there's a current I set. ഈ സെനർ ഡയോഡിൻ്റെ സെനർ വോൾട്ടേജ് ആണ് V set. ഓക്കെ, നൗ ഇഫ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ വോൾട്ടേജ് V എന്നുള്ളത് ഗ്രേറ്റർ ദാൻ V set ആണെങ്കിൽ ഇതിനുണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ഓൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ കറൻറ്റ് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്ത് പോകും. ദ കറൻറ്റ് ഇൻക്രീസസ് ഷാർപ്ലി. ദാറ്റ് മീൻസ് ദ കർവ് ഈസ് ആൾമോസ്റ്റ് വെർട്ടിക്കൽ. അപ്പോൾ ഞാൻ അതിൻ്റെ കർവ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. സോ ഇതിൻ്റെ കർവിൻ്റെ ഒരു പ്രത്യേകതയാണ് let me draw the curve first. ഇതൊരു നമ്മുടെ ഒരു സെനർ ഡയോഡിൻ്റെ ഒരു കർവ് ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. സോ ഇതിൻ്റെ കർവിൻ്റെ പ്രോപ്പർട്ടി ഇങ്ങനെയാണ്. ഇവിടുന്ന് ഇങ്ങനെ പോസിറ്റീവായിട്ട് തന്നെയാണ്, പക്ഷേ നെഗറ്റീവ് കണ്ടീഷനിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് ഷാർപ്പായിട്ട് പോകും. ഓക്കെ, സോ ഈ ഒരു വോൾട്ടേജ് അതിനെ V set എന്ന് പറയും. ദിസ് ഈസ് VF, ദിസ് ഈസ് IF, ദിസ് ഈസ് VR, ദിസ് ഈസ് IR. VF എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബയാസിംഗ് ഉള്ള വോൾട്ടേജ്, IF എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബയാസിംഗ് ഉള്ള കറൻറ്റ്, VR എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ബയാസിംഗ് ഉള്ള വോൾട്ടേജ്, IR എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ബയാസിംഗ് കറൻറ്റ്. കേട്ടോ, ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇതും ഷാർപ്പായിട്ടാണ് പോകും അല്ലേ. അപ്പോൾ ഈ V setനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്ന, വോൾട്ടേജ് ഇങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ നേരെ ഇവിടെ കറണ്ട് അങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ടാണ് പോകും. ഓക്കെ, സോ ഇവിടെ വോൾട്ടേജ് നമുക്ക് അതിനകത്തൊരു ഒരു പോയിന്റിലേക്കാണ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ V setൻ്റെ അപ്പുറത്തേക്ക് ഈ വോൾട്ടേജ് അങ്ങോട്ട് കയറി പോവില്ല. ഓക്കെ, ഓർ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഇവിടെ ഈ കാണുന്ന ഇതിനകത്ത് ഇവിടെ ഇതൊരു V set കേട്ടോ, ഈ കാണുന്ന V set എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അഥവാ ഒരു വോൾട്ടേജ് സോഴ്സ്. സോ ഇവിടെ ചെക്ക് ഔട്ട്, ഇതാണ് V set അല്ലേ. അപ്പോൾ ഈ V set എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു EMF സോഴ്സ് ഇവിടേക്കാണ് കണക്ട് ചെയ്ത പോലെയായിട്ടാണ് വർക്ക് ചെയ്യുക. സോ when input voltage is greater than V set, what happens is that the zener will be in on condition. അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമോ, the voltage across the zener is V set. ആ V set വോൾട്ടേജ് ആണ് അവിടെ ഉണ്ടാവുക. zener കറൻറ്റ് നമുക്ക് നോക്കണം, അതുപോലെ zener പവറും നമുക്ക് നോക്കണം. അപ്പോൾ അത് രണ്ടും നമുക്കൊന്ന് കണ്ടുപിടിക്കാം. സോ ലെറ്റ്സ് ചെക്ക് ദ ഓൺ സ്റ്റേറ്റ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി വരച്ച് നോക്കാം. വാട്ട് യു ഹാവ് ഈസ് ഇങ്ങനെ വന്നു, ദെൻ ഇവിടെ ഇതൊരു കേട്ടോ V set, I set അല്ലേ, കറണ്ട് വഴി ഇവിടെ വോൾട്ടേജ്. ദിസ് ഇസ് വാട്ട് ഗോയിങ് ടു ഹാപ്പൻ. സോ ഈ കാണുന്നതിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ട് ആണ് ഈ കാണുന്നത്. അപ്പോൾ
ഓവറായിട്ട് നിങ്ങൾ ഇതിൻ്റെ അതൊന്നും പേടിക്കണ്ട. വെൻ VI ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ VZ, സംഭവിക്കുന്നത് ഇതാണ്. ഇവിടെ ഈ സെനർ വോൾട്ടേജിനെ മാറ്റിയിട്ട് പകരം ഒരു VZ എന്നുള്ള ഒരു പവർ സപ്ലൈ നമുക്ക് അവിടെ കണക്ട് ചെയ്ത് നോക്കാം. ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ്. അതിനെ പറയുന്ന പേരാണ് ഓൺ സ്റ്റേറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. ദാറ്റ് ഈസ് ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ ഈ ഓഫ് സ്റ്റേറ്റ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഓഫ് സ്റ്റേറ്റിൽ പ്രത്യേകത രണ്ടാമത് ഇവിടെ അറിയാം. ഓഫ് സ്റ്റേറ്റ് ഇവിടെ ഇതുപോലെ തന്നെയാണ്. ഐ ഹാവ് എ സർക്യൂട്ട് സംതിങ് ലൈക്ക് ദിസ്. ഇവിടെ എൻ്റെ ഒരു സെനർ ഡയോഡ് വെച്ചിട്ടുണ്ട്. And I have a voltage V connected plus minus. Okay, here VZ is greater than V, which is greater than 0. Okay, this is the VZ. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് റിവേഴ്സ് വോൾട്ടേജ് അല്ലേ, ഇതിനകത്ത് റിവേഴ്സ് വോൾട്ടേജ് ആണ് നടക്കുന്നത്. അപ്പോൾ റിവേഴ്സ് വോൾട്ടേജിൻ്റെ കേസിൽ ഇപ്പോൾ നമുക്കൊന്ന് ഇതിനകത്തും മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ ഒരു റിവേഴ്സ് ബയാസിങ് കണ്ടീഷൻ ഒന്ന് നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ റിവേഴ്സ് ബയാസിങ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എവിടെയായിരുന്നു? ഇതാ ഈ ഒരു ഏരിയയിലായിരുന്നു. V greater than VZ. ഇത് V less than VZ ആണ്. ഇവിടെ വെച്ചാൽ എന്താ ഉണ്ടാവുന്നത്? ഇവിടെ ഉള്ള വോൾട്ടേജ് എത്ര കൂടി കഴിഞ്ഞാലും കറൻറ്റ് വളരെ കുറവാണ്. സോ ഇറ്റ് വിൽ ആക്ട് ആസ് എൻ ഓപ്പൺ സർക്യൂട്ട്. ഓക്കെ, സോ ദിസ് വിൽ ആക്ട് ആസ് എൻ ഓപ്പൺ സർക്യൂട്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഫിഗർ ഒന്ന് നോക്കി നോക്കാം. ഈ ഫിഗറിൽ എന്താണ് കാണിക്കുന്നത്? ഈ കാണുന്ന വോൾട്ടേജ് ഇവിടെ വെൻ V ഈസ് ലെസ് ദാൻ, സോ VZ ഗ്രേറ്റർ ദാൻ V ലെസ് ദാൻ 0 വോൾട്ട് ആണ് വെച്ചാൽ ഇറ്റ് വിൽ ആക്ട് ആസ് എൻ ഓപ്പൺ സർക്യൂട്ട്. കണ്ടോ, ഇതുപോലെ ഒരു ഓപ്പൺ സർക്യൂട്ട് പോലെയാണ് ഇത് വർക്ക് ചെയ്യുക. അല്ലാതെ സെനർ എന്തായി ഒരു ഓഫ് സ്റ്റേറ്റ് പോലെ വർക്ക് ചെയ്യും. ഓർ സെനർ ആക്ട്സ് ആസ് എൻ ഓപ്പൺ സർക്യൂട്ട്. ഓക്കെ, സെനർ വിൽ ആക്ട് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സർക്യൂട്ട് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട്, ഇതാ ഇവിടെ ഒരു R റെസിസ്റ്റർ ഉണ്ട്, ഇങ്ങോട്ട് IZ എന്ന് പറഞ്ഞ കറൻറ്റ് ഉണ്ട്, RL എന്ന് പറയുന്ന ഒരു കറൻറ്റ് ഉണ്ട് അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് ഇവിടെയുള്ള കറൻറ്റ് എല്ലാം നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, സോ ലെറ്റ് ഇത് കൂടെ ഇങ്ങോട്ട് പോകുന്ന ആ കറൻറ്റ് IRL ആണ്. ഇത് IZ. ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന കറൻറ്റിനെ ഞാൻ IR എന്നും വിളിച്ചു, ഇങ്ങോട്ട് IZ എന്നും വിളിച്ചു. സോ ഈ ഒരു ജംഗ്ഷനിൽ കിർച്ചോഫ്സ് കറൻറ്റ് ലോ എനിക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ കിർച്ചോഫ്സ് കറൻറ്റ് ലോ പറയുന്നത് the algebraic sum of currents meeting at a junction is equal to 0. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ I can write IR is equal to IZ plus IRL. ഓക്കെ, അല്ലെങ്കിൽ IZ is equal to IR minus IRL. ഓക്കെ, ഇങ്ങനൊരു ഇക്വേഷനായിട്ട് എനിക്ക് എഴുതാൻ പറ്റും. സോ ഈ ഇക്വേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ 2-3 കണ്ടീഷൻസ്. വെൻ V ഈസ് ഗ്രേറ്റർ ദാൻ VZ, അവിടെ ഉള്ളത് എന്ത് വരുന്നു? അവിടെ വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VZ ആണ്. താഴെയാണ് വെച്ചാൽ എന്താ വരിക? അപ്പോൾ അവിടെയുള്ള കേസിലാണ് IZ ഈക്വൽ ടു IR മൈനസ് IRL. VI ലെസ് ദാൻ VZ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ സെനർ ഈസ് ഓഫ്, അല്ലെങ്കിൽ ദ സെനർ ആക്ട്സ് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കണം. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു പ്രത്യേക കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ. സോ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള സാധനങ്ങളിലൊന്നാണ് വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ. നമ്മൾ പറയാറില്ലേ, സ്റ്റെബിലൈസർ എന്നൊക്കെ പറയാറില്ലേ? ഓഫ് കോഴ്സ് അത് അതിനകത്ത് ഉപയോഗിച്ചിരുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ടുകളാണ്. കാരണം ഒരുപാട് ഫീഡ്ബാക്ക് സർക്യൂട്ടുകൾ അങ്ങനത്തെ പല സംഭവങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ അത്രയ്ക്കും വലിയ സർക്യൂട്ടുകളൊന്നും നമുക്കിവിടെ ഇല്ല.
നമുക്കിവിടെ പഠിക്കാനുള്ളത് വളരെ ചെറിയ 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 സർക്യൂട്ടുകൾ മാത്രമാണ്. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് ഹൗ ടു വി ഡിസൈൻ എ വോൾട്ടേജ് സ്റ്റെബിലൈസർ. വോൾട്ടേജ് സ്റ്റെബിലൈസർ എങ്ങനെയാണെന്നുള്ളത് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ഡയോഡ് സർക്യൂട്ടുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സർക്യൂട്ട് ഒന്ന് വരച്ച് നോക്കി നോക്കാം. ഓക്കെ, so I'm going to draw a circuit. So what I have is RL, RL, ഇവിടെ VZ, ഇവിടെ R, ഓക്കെ, നെഗറ്റീവ് പോസിറ്റീവ്. ഇവിടെയുള്ള കറണ്ടിനെ I എന്ന് പറഞ്ഞു, ഇതിനെ IZ എന്ന് പറഞ്ഞു, ഇതിനെ IL. ഇപ്പോൾ ആ ലോഡ് കറണ്ട് നേരത്തെ IR എന്ന് എഴുതിയ തന്നെയാണ്, ഇനി ഇവിടെ IL എന്ന് എടുത്തു. ദിസ് ഈസ് R. ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് EO. ഓക്കെ, ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇങ്ങനെ നമ്മൾ ഔട്ട്പുട്ട്, ഇപ്പോൾ റെക്ടിഫയറിന് ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടുകയാണ്, അതിനെ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തു. ഇതിനെ എനിക്ക് ഇക്വലന്റ് സർക്യൂട്ട് ആക്കിയിട്ടൊന്ന് മാറ്റാം. സോ ഇക്വലന്റ് സർക്യൂട്ട് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് ഇറ്റ്, ഐ ക്യാൻ ഡ്രോ ദിസ് ആസ്, സോ ഇവിടെ ആ സെനർ ഡയോഡ് മാറിയിട്ട് എന്തായി മാറി? ഒരു പവറായി മാറി. ഓക്കെ, ഒരു പവർ അല്ല, ഒരു ബാറ്ററി ഓഫ് VZ ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്നത് കണ്ടോ, ഇവിടെയുള്ള ഈ സെനർ ഡയോഡ് മാറിയിട്ട് ഇവിടെ അങ്ങനെ VZ ആയി. ബാക്കിയെല്ലാം സെയിം ആണ്. ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ഇവിടെ പോസിറ്റീവ് ഉണ്ട്. ഇത് EI ഇൻപുട്ട് വോൾട്ടേജ്, സോറി ഞാനത് മാർക്ക് ചെയ്യാൻ പറഞ്ഞു. EI ഇൻപുട്ട് വോൾട്ടേജ് EI, EO ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്, RL. ഓക്കെ, ഇത് ലോഡ് കറണ്ട് IL കേട്ടോ, IL. ഇവിടുന്ന് ഇങ്ങോട്ട് IZ. ഓക്കെ, ഇവിടെ I. സർക്യൂട്ടല്ലേ? സർക്യൂട്ടിന് സംശയമൊന്നുമില്ലല്ലോ. നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R, അതാദ്യം നോക്കണം. സോ ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R ഈസ് ഈക്വൽ ടു, സോ ആദ്യം നമുക്ക് ഇതിൻ്റെ 2-3 കണ്ടീഷൻസ് നോക്കി നോക്കാം. സോ നമുക്കിവിടെ വേണ്ട എന്താണെന്നാ, ലോഡ് വോൾട്ടേജ് EO അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തണം. സോ എത്രയാണ് അതിൻ്റെ വാല്യൂ? VZ, EZ അല്ല VZ. അതായത് ഇൻപുട്ട് വോൾട്ടേജ് EI അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ ലോഡ് റെസിസ്റ്റൻസ് RL അങ്ങോട്ട് വാരി ചെയ്ത് കഴിഞ്ഞാലും, ഒരു പ്രത്യേക റേഞ്ചിനകത്ത് വാരി ചെയ്ത് കഴിഞ്ഞാലും ഈ VZ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തണം. അപ്പോൾ നമ്മുടെ 2-3 കണ്ടീഷൻസ് നോക്കാം. ഫസ്റ്റ് കേസ്, ഇൻപുട്ട് വോൾട്ടേജ് EI അതിങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ജസ്റ്റ്. അപ്പോൾ എന്തുണ്ടായി? അതിനകത്ത് സെനർ ബ്രേക്ക് ഡൗൺ റീജിയനിലാണെന്നുണ്ടെങ്കിൽ സെനർ ഡയോഡ് വിൽ ആക്ട് ആസ് എ വോൾട്ടേജ് ബാറ്ററി VZ. അപ്പോൾ എന്തായി? ഔട്ട്പുട്ട് വോൾട്ടേജ് നേരെ E0 വിച്ച് ഈസ് ഈക്വൽ ടു VZ ആയിട്ട് മാറും. ശരിയാണല്ലോ? അപ്പോൾ എക്സസ് വോൾട്ടേജ് ഏത് കൂടെ പോയി? അത് നേരെ ഈ എന്താ പറയുക, എക്സസ് വോൾട്ടേജ് നേരെ ഈ സീരീസ് റെസിസ്റ്റർ R കൂടെ ഡ്രോപ്പ് ചെയ്ത് പോയി. ഓക്കെ, സോ ദാറ്റ് വിൽ സെനർ ഈ ഇൻക്രീസ് ചെയ്ത കറണ്ട് നേരെ ഇതിൽ കൂടെ അങ്ങോട്ട് കണ്ടക്ട് ചെയ്ത് കളയുകയും ചെയ്യും. അപ്പോൾ എന്തുണ്ടായി? ലോഡ് കറണ്ട് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തി. ഇനി രണ്ടാമത്തെ കേസ്, ഇൻപുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ RL വാരി ചെയ്യാം. അപ്പോൾ എന്തുണ്ടായി? എക്സ്ട്രാ കറണ്ട് വരുന്നത് ഈ ഡ്രോപ്പ് അക്രോസ് R എന്ന് വരാൻ പറ്റില്ല. പക്ഷേ അത് ഈ സെനർ ഡയോഡ് അതുകൊണ്ട് റെഗുലേറ്റിംഗ് റേഞ്ചിൽ അത് കടന്നിട്ട് കളിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡെക്രീസ് അപ്പോൾ എന്തുണ്ടാവും? ഈ അതായത് നമ്മുടെ RL കൂടുക എന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ടീഷൻ നോക്കി നോക്കാം.
ആർ എൽ അതല്ലേ, ആർ എൽ കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമുക്കിവിടെ വി സെറ്റ് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. സോ ലെറ്റ് വി ഹാവ് വി സെറ്റ് കോൺസ്റ്റൻറ്റ്. വി സെറ്റ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ എന്തായി, അവിടെ ഉള്ള ഐ എൽ ഇൻറ്റു ആർ എൽ അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആർ എൽ കൂടിക്കഴിഞ്ഞാൽ ഐ എൽ കുറയണം, അതായത് ലോഡ് കറണ്ട് കുറയണം അല്ലേ. ലോഡ് കറണ്ട് കുറയുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇ ഐ കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ ഐ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ലോഡ് കറണ്ട് കുറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, ഇത് ഐ എൽ ഇൻറ്റു ആർ എൽ കോൺസ്റ്റൻ്റ് ആണ്. സോ ലോഡ് കറണ്ട് കുറയണം. ആർ എൽ കൂടുക എന്ന് പറഞ്ഞാൽ ലോഡ് കറണ്ട് കുറഞ്ഞു. അപ്പോൾ പകരം ഐ സെറ്റ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ, ആർ എൽ കുറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് കറണ്ട് കൂടും, അപ്പോൾ അതിനനുസരിച്ച് ഐ സെറ്റ് മാറണം. ഈ രണ്ട് കണ്ടീഷൻ വെച്ചിട്ടാണ് ഈ പറയുന്നത് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ ഇതൊന്ന് നോക്കി നോക്കാം. സോ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് is equal to EI മൈനസ് E0. വളരെ ഈസിയാണ്. ഇവിടെയുള്ള വോൾട്ടേജ് ഇഒ, ഇവിടെയുള്ള വോൾട്ടേജ് EI. അപ്പോൾ എന്തായി, അത്ര ഇഒ EI ആണ് ഇത് കൂടെ കടന്നു പോകുന്ന കറണ്ട് എന്നുള്ളത്. അപ്പോൾ എങ്ങനെ വേണ്ടി നേരെ ഇഒ മൈനസ് EI അല്ലേ. ഈ പോയിന്റുള്ള വോൾട്ടേജ് എത്രയാണ്? ഇഒ. ഇവിടെയുള്ള വോൾട്ടേജ് EI. സോ EI മൈനസ് ഇഒ അതാണ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആർ. ഇവിടെയുള്ള EI ഇവിടെ എത്തിയപ്പോൾ ഇഒ ആയിട്ട് മാറി. Okay. Now current through R. അതെന്താണ് നമ്മൾ ഇട്ടിരിക്കുന്നത്? I is equal to I set plus IL അല്ലേ. സോ R is equal to EI minus EO divided by I set plus IL. Okay. So in this way we can design a voltage stabilizer. Okay, നമുക്ക് അവിടെ ലോഡ് കർവ് ഐ സെറ്റിൻ്റെ വാല്യൂ അറിയാം, ഇതെല്ലാം വെച്ചിട്ട് നമുക്കൊരു വോൾട്ടേജ് സ്റ്റെബിലൈസർ ഡിസൈൻ ചെയ്യാം. ഇനി ഇതെങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ വാല്യൂസ്, അതിൻ്റെ 2-3 കണ്ടീഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് EI ഫിക്സഡ് ആണ്, RL ഫിക്സഡ് ആണ്, അങ്ങനെ കണ്ടീഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ വെറുതെ ഒരു സമ്മറി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേണമെങ്കിൽ ഒന്നും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇവിടെ ആദ്യത്തെ കേസ് എങ്ങനെയാണ്? EI കൂടാണ്, RL കോൺസ്റ്റൻ്റ് ആണ്. EI കൂടി കഴിഞ്ഞാൽ എന്തുണ്ടാവും? എക്സസ് ഇത് കൂടെ പോകും. മറിച്ച് EI കോൺസ്റ്റൻ്റ് ആണ്, RL മാറുകയാണെന്ന് വെച്ചാൽ എന്തുണ്ടാവും? അതിന് കറസ്പോണ്ടിങ് ലോഡ് കറണ്ട് മാറും. അപ്പോൾ ഈ ഐസെറ്റ് എന്ന് പറയുന്ന കറണ്ട് ഇവിടെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഇത് ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ടുഡേ. ഇത് ഇതിനകത്ത് ഒരു ക്ലാസ് കൂടി എടുത്താൽ മാത്രമേ വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്നുള്ള സെക്ഷൻ എനിക്ക് എടുത്ത് തീർക്കാൻ പറ്റുള്ളൂ. സോ ഐ എം സ്റ്റോപ്പിംഗ് ഇറ്റ് റൈറ്റ് നൗ. ഓക്കെ, താങ്ക് യു.